ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു ഗിവ് ദ താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തോട് നന്ദി പറയും. കർത്താവിന് നന്ദി പറയും. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരുന്നതിന് നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഫാസ്റ്റിംഗ് പ്രയർ കുറച്ച് നാള് ശേഷമാണ് ഓൺലൈൻ ലൈവായിട്ട് വരുന്നത്. കുറച്ച് നാൾ സ്റ്റേറ്റ് പ്രസംഗിക്കാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാണ്ടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം അവിടെ തന്ന ദൈവത്തിന് നന്ദി പറയും. I'll be preaching in Malayalam and reading and also sharing reading the Bible words in English. Praise the Lord. Hallelujah. Today is the fasting prayer. So we can pray to the Lord. Our God is a good God, always doing the good things. കർത്താവത്തിലെ നല്ലവനായ ദൈവമാണ്. Praise the Lord. എല്ലാ ദിവസവും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഓർത്തിന് നന്ദി പറയും. Praise the Lord. Hallelujah. Glory be to God. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെബ്രായ ലേഖനം 9 അധ്യായം അതിലെ 11, 12, 13, 14, 15. Today I am going to preach book of Hebrews chapter 9 verses 11, 12, 13, 14 and 15. Praise the Lord. Hallelujah. ഒരു ആദ്യം പിതാവ് നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തെ കർത്താവിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവേയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ കർത്താവെ ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനിടവരുന്നതിനോട് കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതിനോട് കർത്താവിന് നന്ദി പറയുന്നു. ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിനോട് നന്ദി പറയുന്നു. പിതാവെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ ദൈവസ്നേഹത്താൽ നിറയട്ടെ കർത്താവ്. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയട്ടെ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ജീസസ് മൈറ്റി നെയിം ഐ പ്രേ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ ഹെബ്രായ ലേഖനം അതിൽ 9 അധ്യായം 11 വാക്യം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സസ് 11. ഇത് പറഞ്ഞ് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തെ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. I would like to read in English. Praise the Lord. Hallelujah. Bible saying, but Christ came as high priest of the good things to come, which is a greater and more perfect tabernacle, not made with the hands, that is not of this creation. Praise the Lord. Hallelujah. Of this creation. And the Bible is saying, not with the blood of goats and calves. Praise the Lord. Hallelujah. Glory be to God. Glory be to God. Hallelujah. Not with the blood of goats and calves, but with his own blood he entered the most holy place once for all, having obtained eternal redemption. This is what Jesus Christ has done at the cross for you and me. That means we have got eternal redemption from Jesus Christ. Eternity. ഇന്ന് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പം റിഡംഷന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം, നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച്, യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിച്ച് നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കാമെന്നുള്ളതാണ് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത്. For to get the redemption in our life, what we have to do it. We don't want to do any extra things, any other things by our own effort. What Bible is saying to each one of you, praise the Lord, only believe and accept Jesus Christ is your Lord and Savior, praise the Lord,
and walk in the presence of the Lord. When you walk in the presence of the Lord, our God, we are in Christ Jesus. That's what I was saying. If you are a born again child of God, you are in Christ Jesus. You are walking in the presence of the Lord. Praise the Lord. Hallelujah. You are with God. You are always in God. Praise the Lord. Hallelujah. Glory be to God. ഹെബ്രായർ ലേഖനം 9-11 വാക്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. 1 വാക്യം പറയുന്നത് വെച്ചാൽ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവംശവും ജഡിക്ക് ശക്തി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് എത്രയധികം ശുദ്ധീകരിക്കും. Just Bible saying, okay, I would like to read Book of Hebrews chapter 9 verse 13. Praise the Lord. Hallelujah. Bible saying, for the blood of bulls and goats and the ashes of a heifer sprinkling the unclean sanctifies for the purifying of the flesh. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanses your conscience from dead works to serve the living God. Praise the Lord. Hallelujah. That's what okay. അതാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം. യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിൽ നമുക്ക് ആടുകളുടെയും കാളകളുടെയും രക്തം, പ്രൈസ് ദി ലോർഡ്, ആ രക്തം വഴിയായിട്ട് നമുക്കറിയാം ഒരു പരിധി വരെ പാവപരിഹാരത്തിന്, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ ജനങ്ങളുടെ പാവപരിഹാരത്തിന് ഒരു പരിധി വരെ അത് സാധ്യമായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് റിഡംഷൻ നമുക്കറിയാം കാളകളുടെയും ആടുകളുടെയും രക്തത്താൽ പഴയ നിയമത്തിൽ അത് സാധിച്ചില്ല. പഴയ നിയമത്തിൽ കംപ്ലീറ്റ് റിഡംഷൻ സാധിച്ചില്ല. പക്ഷേ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനാൽ ഒരിക്കലായിട്ട് നമുക്ക് പാവമോചനം ഒരിക്കലായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ രക്തം ഒരിക്കലായിട്ട് ഇനി ഒരാൾ സാക്രിഫൈസ് ചെയ്യേണ്ട, ഒരാൾ മരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തി. ആ രക്തം അതാണ് ആ രക്തം, യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാവങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന് വിശുദ്ധാത്മാവ്. എല്ലാ പാവങ്ങളും പോക്കി യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പാവപരിഹാരത്തിനോട് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നമ്മൾ റിപ്പന്റ് ചെയ്ത് നമ്മുടെ പാവങ്ങൾ ഏറ്റു പറയുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് പാവമോചനം കർത്താവ് തരും. This is what I was saying to all of you right now according to the Bible. In the Old Testament, all the children of Israel, they were receiving, all the children of Israel, they were receiving we cannot say 100% redemption, praise the Lord. At least they could be able to come out from their sinful life. It was not 100% pure, but it was not the blood of Jesus Christ, it was the blood of animals, praise the Lord. So what happened? Because of this reason, some kind of sanctification we can see that one, it was happening in the Old Testament. But in the Bible says, in the New Testament, Jesus Christ died for our sins only for one purpose. No need to die anymore, no need any more death. But Jesus Christ died at the cross for you and me, for not only for today, but for all, for one time, praise the Lord. Jesus Christ died at the cross for you and me. Now what you have to do it? All the 8 billion people are living in this world. You will get a redemption by the blood of Jesus Christ. Jesus Christ can be able to sanctify by his blood all your spirit, body, your conscious mind, subconscious mind, and unconscious mind, and all the areas of your life
our God can be able to cleanse you. Praise the Lord. Only thing our God is asking from you and me, you have it to, praise the Lord, repent your sins. Come back to Jesus Christ. Praise the Lord. Hallelujah. So, the blood of Jesus Christ will speak to you. Praise the Lord. Blood of Jesus Christ can get you the protection. That's what the Bible is saying, okay? In the Old Testament, all the children of Israel, they were getting the protection by the blood of the Lamb. But in the New Testament, all the people, those who are watching online, we are getting the protection by the blood of Jesus Christ. That's what I was saying. The blood of Jesus Christ can cleanse all your sins. Praise the Lord. So all the people, those who are watching online, that's what I was saying. This is a day which our God has created for you for the salvation in your life. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് വെച്ചാൽ ഈ ഒരു ദിവസം നമ്മൾ വേറെ ദിവസത്തിന് മാറ്റി വയ്ക്കരുത്. കർത്താവിൻ്റെ വചനം ഇന്ന് ഈ ദിവസമാണ് കർത്താവ് നമുക്ക് രക്ഷ തരുന്ന ദിവസം. ഈ ദിവസമാണ് കർത്താവ് നമുക്ക് പാവമോചനം തരുന്ന ദിവസം. ഈ ദിവസമാണ് കർത്താവ് നമുക്ക് വിജയം തരുന്ന ദിവസം. ഈ ദിവസമാണ് കർത്താവ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മ അഭിഷേകം പിതാവായ ദൈവം നമ്മളിലേക്ക് തരുന്ന വർഷമാണ് ഈ വർഷം, ഈ ദിവസം. പ്രൈസ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ അവഗണിക്കരുത്, ഈ ദിവസം നമ്മൾ കളയരുത്. പ്രൈസ്. ഈ ദിവസത്തിന് ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. അനേകം ആൾക്കാർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയവും മണിക്കൂറുകളൊക്കെ വേസ്റ്റായിട്ട് കളയും. പ്രൈസ് ലോർഡ്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും, പ്രൈസ് ലോർഡ്, എന്തെങ്കിലും ഏതൊക്കെ രീതി എങ്ങനെയും കർത്താവിനോട് ചെയ്യാനായിട്ട് പറ്റുമോ അതെങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും. ഞാൻ അവർക്ക് ഷെയ്ഖ് ദ നേഷൻ മിനിസ്ട്രിയുടെ ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങിയത്, ഷെയ്ഖ് ദ നേഷൻ മിനിസ്ട്രിയുടെ ഓൺലൈൻ മീറ്റിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2020 സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പേ കർത്താവിനെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് വന്ന ആ പാസ്റ്റർമാരിൽ, പ്രൈസ് ലോർഡ്, എത്ര പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീറ്റിംഗ് വന്ന പാസ്റ്റർമാർ 2 പാസ്റ്റർമാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 പാസ്റ്റർമാർ. ഇത് വളരെ ദുഃഖമുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നോടൊപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് എന്നോടൊപ്പം ഒരുമിച്ച് വന്ന പാസ്റ്റർമാരാണ്. പ്രൈസ് ലോർഡ്. അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പം that's what I was saying. Around 5 years before, praise the Lord, when the time of pandemic time, and Sheikh the Nation in UK started our online service. Praise the Lord. Many pastors, many preachers, they could come and preach the gospel in this platform. Then what happened? A couple of pastors, they passed away. One pastor got passed away in 2021. One of the pastors from South Africa, he had been here in this platform many times. He is also no more right now. Praise the Lord. Hallelujah. It was so much painful in my life. But what is our hope? Our hope is Jesus Christ will come again. The people, those who are in Christ Jesus. What is our hope? Even if we are having the pain in our heart, what is our hope? The person, those who are in Christ Jesus, you are the new creation. The old things and everything, it has gone. Behold, a new things has come. New things, that means new life in Christ Jesus. New things is new life in Christ Jesus. New victory, new blessings, new power. Eternal life started when the time of born again and when the time of baptism in your life. Praise the Lord. So eternal life started. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ, പ്രൈസ് ലോർഡ്, രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് പിതാവ്, അത് ബൈബിൾ പറഞ്ഞു വെച്ചാൽ ഒന്നുകൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഹെബ്രായ ലേഖനം 9:14 പറയുന്നത്, ജഡികശുദ്ധി വരുന്നെങ്കിൽ ഇതാണ് പറഞ്ഞത്. ഫെബ്രുവരി 9:11 പറഞ്ഞ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവംശവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിമിത്തം
ആദിമ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്കും ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Bible saying, praise the Lord, for if the blood of goats and bulls and the ashes of a heifer, sprinkling them that have been defiled, praise the Lord, sanctify unto the cleanses of the flesh. Wow. Book of Hebrews chapter 9 verses 14 in this Bible saying, praise the Lord, how much more shall the blood of Christ, who through the eternal Spirit offered himself without spot of God, cleanse your conscience from dead works to serve the living God. Praise the Lord. Hallelujah. Hebrews chapter 9 verses 15 in this Bible saying, book of Hebrews chapter 9 verses 15 in this Bible saying, praise the Lord, and this is a reason, he is the mediator of the new covenant. That's very important. Okay, Jesus Christ is a mediator of the new covenant. നമുക്കിനി പാവമോചനം കിട്ടാനായിട്ട് ഒരാളുടെ കാല് പിടിക്കാൻ പോകേണ്ട ആവശ്യം. നമ്മളിനി ഒരു വിരോധത്തിന് മുമ്പിലോ ഒരു നമുക്കറിയാം സ്റ്റാച്യുവിൻ്റെ മുമ്പിലോ ബിംബത്തിന് മുമ്പിലോ നമ്മൾ നമസ്കരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ നമസ്കരിക്കേണ്ടിയിരുന്നു. കത്തോലിക്ക സഭയിലായിരുന്നു. അവിടെ നിന്നൊക്കെ നമുക്കറിയാം ബിംബങ്ങളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി പ്രൈസ് ലോർഡ് ഇതുപോലും പ്രാർത്ഥന കഴിച്ചു. ഈ ബിംബങ്ങൾക്ക് നമ്മളെ നോക്കാനോ കണ്ണിന് കാഴ്ചയോ ചെവിക്ക് കേൾവിയോ ഒന്നുമില്ല പ്രിയമുള്ളവർ. അപ്പോൾ ബിംബത്തിനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അജ്ഞതയുടെ കാലം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അജ്ഞതയുടെ കാലം ദൈവം പരിഗണിക്കുന്നില്ല. ഈ വചനം കേട്ടിട്ട് നിങ്ങളെല്ലാവരും അതിൽ നിന്ന് പിന്തിരിയണം. ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ പുറത്ത് വരാനായിട്ട്. ഞാൻ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നേ ആ പാരമ്പര്യത്തിന് വരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനെ പുറത്തെടുത്തു. ഇന്ന് കർത്താവിന് പതിന് അനേകം ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന എല്ലാവരും ബിംബത്തിന് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. കാരണം ബിംബത്തിന് നമ്മുടെ സഹായം വേണം. നമുക്കൊരു സ്റ്റാച്യൂസിനൊക്കെ നമ്മുടെ സഹായമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണേ നമ്മൾ കൈ കൊണ്ടെടുക്കുക. അങ്ങനെ ഇരിക്കെ നമ്മളെന്തിന് കല്ലുകൊണ്ടുണ്ടാക്കിയ തടികൊണ്ടുണ്ടാക്കിയ ബിംബത്തിനെടുത്ത് നമ്മൾ പറയാനായിട്ട് പോകും. ഒന്നും പറയാനായിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജീവനുള്ള ദൈവത്തിന് എടുത്താൽ പ്രശ്നം. ബൈബിൾ പറയുന്നത് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൺലി വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് യു. പ്രൈസ് ദി ലോർഡ്. ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ, ഗോഡ് ആൻഡ് മാൻ. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദിസ് ഇസ് എ റീസൺ he is the mediator of the new covenant. Jesus Christ is the mediator of the new covenant by means of death for the redemption of the transgressions under the first covenant, that those who are called may receive the promise of the eternal inheritance. Praise the Lord. Hallelujah. അതാണ് യേശു ക്രിസ്തുവാണ് നമുക്കെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനൊന്നും വേണ്ട, ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കാനൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേർച്ച കാഴ്ചകളൊന്നും നമ്മൾ ഈ ബിംബങ്ങളെടുത്ത് കൊടുക്കാനായിട്ട് പോകരുത്. യേശു ക്രിസ്തുവിനോട് മാത്രം, യേശു ക്രിസ്തു ബൈബിളിൽ വെച്ചോട്ട് പറഞ്ഞ് യേശു ക്രിസ്തു മാത്രമാണ് നമുക്കറിയാം ഒരു മീഡിയേറ്റർ. യേശു ക്രിസ്തു മാത്രമാണ് മീഡിയേറ്റർ. ആ യേശു ക്രിസ്തുവോട് മാത്രം സംസാരിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിലേക്ക് വരാം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പിലേക്ക് വരാം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരാം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല ഭാവം നോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവം വിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. പ്രാർത്ഥിക്കാനായിരിക്കും എന്നൊക്കെയുള്ള ഓരോ വിജയത്തിൽ ഒരു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കർത്താവെ അങ്ങ് പറഞ്ഞതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. സ്വർഗത്തിന് നല്ല ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനെ ആദ്യമുദ്രയോട് പ്രാർത്ഥിക്കുന്നു. Father, in the name of Jesus, I pray for all the people right now, especially the people those who are watching online, the people those who are hearing this word of God. Heavenly Father, I pray and bless them, Father. Thank you, Holy Spirit, you're touching them and using the people and healing the people right now, wherever they are. Thank you, Holy Spirit, you're touching them. You are giving the heavenly anointing to them. Praise the Lord. Hallelujah.
Each and every depressions and anxiety in the name of Jesus Christ, I command you leave right up from their mind right now. In the mighty name of Jesus Christ. Shambandha Malati Tapana Kalatana. I declare the healing right now in their bodies. Any of the spirit of infirmities, depressions and anxiety, praise the Lord. The spirit of cancer, tumor, I command you leave from their body right now. In the mighty name of Jesus Christ. Shambandha Malati Tapana. Shangaladi Dakana. Iramba Lapana Lagana. Ambanda Maladi Dagana. Shambuddha Maladi Dapana Kaladana. The mighty name of Jesus Christ. The mighty name of Jesus Christ. The mighty name of Jesus Christ. In Jesus' mighty name. In Jesus' mighty name I pray. Father, once again more I pray for the UK, Europe, Africa, North and South America, Asian countries. I pray for the revival of these nations right now. Especially I pray for the revival of UK, Europe and Africa, and all the nations right now, Father. Father, I pray to each one of them. Thank you, Holy Spirit, for touching each and every people and giving your anointing, power, wisdom, and knowledge to each and every people. Heavenly Father, once again more I pray to each and every people. In Jesus' name, Amen. Online meeting, when you just start, you are praise the Lord, hallelujah. Prayer meeting, okay. Contact here, praise the Lord. We are going to start online prayer meeting, praise the Lord. So that you can also contact to that prayer line. So may our God bless you, okay. Thank you very much. God bless you.